ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പുട്ടിനെ വിശേഷിപ്പിക്കാം. ശരിക്കും ഒരു ഓഥൻറ്റിക് ഐറ്റം തന്നെയാണിത്. എന്തെല്ലാം വെറൈറ്റി പുട്ട് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ചിക്കൻ പുട്ടിനോട് നമുക്ക് എപ്പോഴും ഒരു പ്രിയം തന്നെയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് വീഡിയോ കണ്ടാലോ? എന്നാൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിക്കോളൂ. നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ചെറിയ ഉള്ളി, അതും ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു പച്ചമുളക്, ഇത്രയും ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മസാല, രണ്ടും കൂടെ ഒന്നിച്ചാണ് ഞാൻ മിക്സ് ചെയ്ത് പൊടിച്ചത്. ഇനി ഒരു പകുതി ടൊമാറ്റോയും കൂടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തു. സവാളയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി മതിയാകും. അതുപോലെ തന്നെ മല്ലിപ്പൊടി, അതും സെയിം അളവിൽ തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ഒരു 1.5 ടീസ്പൂൺ. എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം 1 കപ്പോളം തേങ്ങയുണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 300 ഗ്രാമോളം ചിക്കൻ ഞാൻ വേവിച്ച് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ അല്പം കുരുമുളകും ഉപ്പുമൊക്കെ ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. നമ്മൾ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്താൽ മതിയാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇടാം. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് പുട്ടൊന്ന് നനയ്ക്കാം. ഞാൻ പുട്ട് നനച്ചത് ചിക്കൻ വേവിച്ച വെള്ളത്തിൽ കൂടെയാണ്, അപ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കും പോലെ കുറച്ച് തേങ്ങയും കൂടെ അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പുട്ട് തയ്യാറാക്കാം. നമ്മൾ സാധാരണ പുട്ടിന് തേങ്ങ ഇടുന്ന ആ ഭാഗത്ത് നമുക്ക് ചിക്കൻ ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് പുട്ടിൻ്റെ മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീതെ വീണ്ടും ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഭയങ്കര ഈസിയാണത്, വേറെ പ്രത്യേകിച്ച് വലിയ പ്രയാസമൊന്നും ഇല്ല. നമുക്ക് ഏത് ഷേപ്പിന് വേണോ ഉണ്ടാക്കാം. ഞാൻ 2 ഷേപ്പിലും തയ്യാറാക്കുന്നുണ്ട്. ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പുട്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. ഇനി ഒരു സാധാരണ പുട്ടും കൂടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, സിലിണ്ടർ ഷേപ്പിൽ. അപ്പോൾ അത് രണ്ടും റെഡിയാക്കി നമുക്ക് പ്ലേറ്റിലോട്ട് വിളമ്പാം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാൻ അതിനേക്കാൾ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികളുടെ ലഞ്ച് ബോക്സ് കൊടുത്തയക്കാനും നല്ലൊരു ഐറ്റം തന്നെയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ്സ് ഇടുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.